വളരെ വലിയ സംശയം തന്നെയാണ്. എനിക്ക് ഉത്തരം കിട്ടിയേ തീരൂ. 5-6 വർഷങ്ങൾക്ക് മുമ്പ് മതമൗലികവാദികളുമായി എനിക്ക് ബന്ധമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതിലൊരല്പം വാസ്തവമുണ്ടെന്ന് ഞാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷെ ഇത് നിങ്ങളുടെ വെറും സംശയം മാത്രമാണ്. കാരണം കൂടി പറയണം. പറയാം. ഇത് ബൈബിൾ, ഖുർആൻ, ഭഗവത്ഗീത. വർഷങ്ങൾക്ക് മുമ്പ് ഇവ മൂന്നും അകന്ന് 3 റാക്കുകളിലായിരുന്നു. ഈ ഗ്രന്ഥങ്ങൾ വായിച്ചപ്പോ ആദ്യമൊക്കെ എനിക്കൊന്നും മനസ്സിലായില്ല. വീണ്ടും വീണ്ടും വായിച്ചു. അവസാനം ഞാനിത് ആഹാരമാക്കി. അപ്പോഴൊരു സത്യം എനിക്ക് മനസ്സിലായി. ഇതിന്റെ എല്ലാം രുചി ഒന്നാണെന്ന്. നീണ്ട 8 വർഷമെടുത്തു ഇവ മൂന്നും ഒരേ റാക്കിലെത്താൻ. മറ്റുള്ള മതങ്ങളെക്കുറിച്ച് അത്രയ്ക്ക് മനസ്സിലാക്കാത്ത കാലഘട്ടത്തിൽ ചില തെറ്റുകൾ ഞാനും ചെയ്തിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. പലർക്കും ജാമ്യം നിന്നിട്ടുണ്ട്, സാമ്പത്തിക സഹായം ചെയ്തിട്ടുമുണ്ട്. പക്ഷെ അതിനൊന്നും തീവ്രവാദവുമായി ബന്ധമൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞ വ്യാജനോട്ടുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. മിസ്റ്റർ ഇസാ മുഹമ്മദ് ഹാജി, നിങ്ങൾ പണ്ഡിതനായിരിക്കാം, പക്ഷെ പാണ്ഡിത്യത്തിനും അറിവിനും അപ്പുറമാണ് സത്യം. യഥാർത്ഥത്തിൽ ആ സത്യത്തെ നിങ്ങൾ രുചിച്ചിട്ടുണ്ടെങ്കിൽ ആ സത്യം നിങ്ങളെ രക്ഷിക്കും. മറിച്ചാണെങ്കിൽ ഞാൻ വീണ്ടും വരും വ്യക്തമായ തെളിവുകളോടെ.